ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്സ് നോക്കിയാലോ. നമുക്കൊരു ചില്ലി ബജ്ജി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടൊരു 3 ബജ്ജി മുളക് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അത് നടുക്കോടെ മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അരിയെല്ലാം ഞാൻ കളഞ്ഞു. എരിവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അരിയെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞത്. അതിന് ശേഷം ഇത് നമ്മുടെ ബജ്ജി മാവാണ്. ഈ ബജ്ജി മാവ് നമുക്കൊരു പാത്രത്തിലോട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് നമുക്ക് കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ബജ്ജിമാവിൽ ഉപ്പെല്ലാം ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് വേറെ ഉപ്പൊന്നും നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. ഒരു നല്ല കൊഴുപ്പുള്ള രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവെല്ലാം നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ വിസ്ക് ഒന്ന് പതിയെ പൊക്കി നോക്കാം. അപ്പോൾ ഈ മാവ് ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാൻ, എന്നാലാണ് മുളക് അതിൽ പിടിക്കുകയുള്ളൂ. നമുക്കിനി മുളക് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ മുളകിൽ നന്നായിട്ട് ഈ മാവെല്ലാം ആവുന്നുണ്ട്. ഇനി നമുക്കൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പതിയെ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കാം. ഇപ്പോൾ എൻ്റെ ഇവിടെ ബജ്ജി റെഡി ആയിട്ടുണ്ട്. ഞാൻ പതിയെ എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ ബജ്ജിയും ഞാൻ മുക്കി പൊരിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മുളക് ബജ്ജി ഇവിടെ റെഡിയായി. നമുക്ക് ചൂടോടെ ചായയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. കൂട്ടുകാരെ, ബജ്ജി ഇട്ടായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കൂടെ സബ്സ്ക്രൈബും ചെയ്തേരെ, അല്ലെങ്കിൽ മറന്നാൽ ഞങ്ങൾക്ക് വിഷമം.